നാട്ടിൽ നടക്കുന്ന വിവിധ ഇനം തട്ടിപ്പുകൾ. ഈ സന്ദേശം നൽകുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. എൻ്റെ ഫോൺ നമ്പർ 9446458573. ഐ റിപ്പീറ്റ് 9446458573. മാർക്കംകളിപ്പാട്ടിലാണെന്ന് തോന്നുന്നു അങ്ങാടി മരുന്നുകൾ 64 കൂട്ടം എന്ന് തുടങ്ങുന്ന ഗാനം ഒരു കുട്ടിയായിരുന്ന കാലത്ത് പാടിക്കേട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അങ്ങാടി മരുന്നിലെ 64 കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ തട്ടിപ്പുകളുടെ കഥയുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തെപ്പറ്റി പറയുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: കേരള ജനത സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, വളരെ രാഷ്ട്രീയ ബോധമുള്ളവരാണ് എന്നൊക്കെ. ഒരു സംവാദത്തിലേക്ക് കടക്കാതെ ഇതൊക്കെ ഒരു പരിധിവരെ ശരിയാണെന്ന് സമ്മതിച്ചേക്കാം. കേരളം ഇന്ന് തട്ടിപ്പുകളുടെ നാടായി മാറിയിരിക്കുകയാണ്. സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണിത്. സാധാരണക്കാരെയും വിദ്യാസമ്പന്നരെയുമൊക്കെ വളരെ വേഗത്തിൽ തട്ടിപ്പിന് ഇരയാക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് തട്ടിപ്പിന് പിന്നിൽ എന്നതൊരു വസ്തുതയാണ്. മറ്റുള്ളവരെ ഒരു കാര്യം പറഞ്ഞു ബോധിപ്പിക്കുവാനുള്ള അടവുകളാണ് അവർ പ്രയോഗിക്കുക. എല്ലാവിധ തട്ടിപ്പുകളുടെയും പിന്നിൽ പണമാണ് ലക്ഷ്യം. പണം എല്ലാവരെയും പ്രലോഭിപ്പിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. പണം പിണമാണെന്നൊക്കെ പറഞ്ഞാലും പണം കിട്ടുവാനുള്ള എളുപ്പമാർഗം ആലോചിച്ച് മെനഞ്ഞെടുക്കുന്നവരാണ് തട്ടിപ്പ് വീരന്മാർ. ഞാൻ വളരെ കാലം പ്രവാസിയായിരുന്നതുകൊണ്ട് ഇവിടുത്തെ വലിയ തട്ടിപ്പുകളിലൊന്നും വീഴുവാനുള്ള ദൗർഭാഗ്യം ഉണ്ടായിട്ടില്ല. എൻ്റെ പരിചയത്തിൽപ്പെട്ട പലരും തട്ടിപ്പിൻ്റെ കെണിയിൽ വീണുപോയതിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്. തട്ടിപ്പുകാരൻ്റെ കെണിയിൽ വീഴുന്നവർ നാണക്കേടുകൊണ്ട് പറയുവാൻ മടിക്കുന്നതുകൊണ്ട് തട്ടിപ്പ് വീരന്മാർ വിജയശ്രീലാളിതരായി വിരാജിക്കുകയാണ്. സംഭാവന നൽകിയവരുടെ ലിസ്റ്റ് കാണിച്ച് തട്ടിപ്പ്. ഞാൻ നാട്ടിൽ വളരെ പള്ളി ശുശ്രൂഷ ചെയ്തിരുന്ന കാലഘട്ടത്തിലുണ്ടായ ഒരു അനുഭവകഥ പറയാം. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികന് ശമ്പളമായി കിട്ടിയിരുന്നത് 200 രൂപയിൽ താഴെയായിരുന്നു. നമ്മുടെ ചർച്ചാ വിഷയം ശമ്പളമല്ലാത്തതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. നാട്ടിലെ പള്ളി വികാരിമാരെയും സന്യാസ ഭവനങ്ങളെയും ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു കൂട്ടറുണ്ട്. അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് വീരൻ്റെ ഡയറിയിൽ എന്നിൽ നിന്നും 5000 രൂപ ദാനമായി കിട്ടിയെന്ന് കാണിച്ച് 1-2 വൈദികരെ ഡയറി കാണിച്ച് തട്ടിപ്പ് വീരൻ അങ്ങനെ വിലസുന്നു എന്നറിഞ്ഞു. ഒരിക്കൽ എൻ്റെ അടുത്ത് തന്നെ അയാൾ വന്നേക്കുമെന്ന് കരുതി ഞാൻ ജാഗ്രതയിലായിരുന്നു. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി നേരമായപ്പോൾ ഒരാൾ മുറിയിൽ മുട്ടി വിളിച്ചു. ഞാൻ വാതിൽ തുറന്നപ്പോൾ വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഒരു ജെയിംസ് ബോണ്ട് ബ്രീഫ് കേസുമൊക്കെ പിടിച്ച് വളരെ പരിചിതനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സന്ദർശകൻ്റെ ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഗൾഫിൽ ജോലിക്ക് പോകുവാൻ കുറച്ച് പണം സമാഹരണം നടത്തുന്ന പ്രക്രിയയിൽ എന്നെ സമീപിച്ചതാണെന്ന് പറഞ്ഞു. എന്നിലെ കുറ്റ അന്വേഷകൻ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ കൈവശമുള്ള ബ്രീഫ് കേസ് തുറക്കുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം അയാൾ മടിച്ചുവെങ്കിലും തുറന്നില്ലെങ്കിൽ പ്രശ്നത്തിലാകുമെന്ന് ഭയപ്പെട്ട് പെട്ടു തുറന്നു. അതിൽ കണ്ട ഡയറിയിൽ സംഭാവന കൊടുത്ത പല വൈദികന്മാരുടെയും പേരിനോടൊപ്പം എൻ്റെ പേരും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ താമസ സ്ഥലത്ത് ഫോണില്ല, പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുവാൻ മാർഗമില്ല. എനിക്കുടനെ അടുത്തൊരു സ്ഥലത്ത് ബലിയർപ്പണവും നടത്തണം. പാവമച്ഛൻ എന്തു ചെയ്യും? ഡയറി ഞാൻ കണ്ടുകെട്ടി ഉടനെ സ്ഥലം വിട്ടില്ലെങ്കിൽ ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ ശിക്ഷണ നടപടിക്ക് വിധേയനാകാതെ രക്ഷപ്പെട്ടുകൊള്ളുവാൻ പറഞ്ഞു. അയാൾ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. വിവാഹ തട്ടിപ്പ്. സ്ത്രീധന നിരോധന ബില്ലൊക്കെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ സ്ത്രീധന സമ്പ്രദായം മൂലം വിവാഹിതരാകുവാൻ സാധിക്കാതെ വളരെയധികം യുവതികളും മാതാപിതാക്കളും വിഷമിക്കുന്നുണ്ട്. ഇവിടെ വിവാഹ തട്ടിപ്പ് വീരന്മാർ അവരുടെ തട്ടിപ്പ് തന്ത്രവുമായി വന്ന് ചില സന്ദർഭങ്ങളിൽ യുവതികളെ മാത്രമല്ല അവരുടെ പ്രിയ മാതാപിതാക്കളെയും തട്ടിപ്പിന് ഇരയാക്കുന്നു. യുവതികളുടെ പണവും മാനവും അപഹരിച്ചുകൊണ്ട് കടന്നുകളയുന്നവരുണ്ട്. യുവതികളെ അപായപ്പെടുത്തിയ ശേഷം കടന്നുകളയുന്ന തട്ടിപ്പ് വീരന്മാരുമുണ്ട്. ഇതുപോലുള്ള സംഭവകഥകൾ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും എല്ലാം അറിഞ്ഞിട്ടുള്ളവർ പോലും ഈ രംഗത്ത് തട്ടിപ്പിന് ഇരയാകുന്നു എന്നതാണ് വിചിത്രം. നോട്ടിരട്ടിപ്പ് തട്ടിപ്പ്. എളുപ്പമാർഗത്തിൽ പണം സമ്പാദിക്കുവാനായി പലരും വ്യഗ്രത കാണിക്കാറുണ്ട്. നോട്ടിരട്ടിപ്പുകാരുടെ വലയിലകപ്പെട്ട് കൈവശമുള്ള
നല്ല പണം ഇരട്ടിയാക്കുവാൻ തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. നോട്ടിരപ്പിൻ്റെ കെണിയിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ പലരെയും പറ്റി കേട്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ വന്നു ചേർന്ന പണം കള്ളനോട്ടുകളായതുകൊണ്ട് അവിടെയും ജീവിതം പരാജയത്തിലേക്ക് പോകുന്നു. വിദേശ നിധിയിൽ പങ്കുചേർക്കുന്ന തട്ടിപ്പ്. അമേരിക്കയിൽ പറയാറുള്ള ഒരു ചെറിയ ചൊല്ലുണ്ട്, നത്തിങ് ഫോർ നത്തിങ്. നമ്മുടെ ഭാഷയിൽ വ്യാഖ്യാനിച്ചാൽ ഒന്നും വെറുതെ കിട്ടില്ല എന്ന് സാരം. ആധുനിക ശാസ്ത്ര പുരോഗതിയുടെ ഫലം മൂലമുണ്ടായ ഓൺലൈൻ വഴി നടക്കുന്ന തട്ടിപ്പാണിത്. ഈ നാട്ടിൽ നിന്നോ ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നോ ആകാം തട്ടിപ്പ് വിവരൻ ഇരയെ വീഴ്ത്തുന്നത്. കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഒക്കെ ഉള്ള ആളുകളെ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. നമ്മുടെ പുതിയ തലമുറ ഓൺലൈൻ പഠനം ആരംഭിച്ചതുകൊണ്ട് സാവകാശത്തിൽ അവരെയും തട്ടിപ്പ് വിവരന്മാർ പിടികൂടിക്കൊള്ളും. വെറുതെ പണം ദാനം ചെയ്യുന്നുവെന്ന് പരസ്യപ്പെടുത്തുന്നിടത്ത് അതിൻ്റെ പിന്നിലൊരു കെണിയുണ്ടാകും. തട്ടിപ്പുകാരുടെ ആ ചൂണ്ടയിലാണ് പണമോഹികളായ സാധാരണക്കാരും ബുദ്ധിജീവികളായ ആളുകളുമൊക്കെ ചെന്നുവിടുക. വളരെ സത്യസന്ധമെന്ന് തോന്നുന്ന വിധത്തിൽ തട്ടിപ്പ് വീരന്മാർ ആദ്യമൊരു പ്രസ്താവന നടത്തുന്നു. ഒരു ശതകോടീശ്വരൻ അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ ദാനമായി കൊടുക്കുന്നുവെന്ന് ബില്ലെഴുതി വെച്ച ശേഷം മരിച്ചുപോയി എന്നും ആ തുക ആളുകൾക്ക് വീതിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തമുള്ള ആൾ താനാണെന്നും കാണിച്ചുള്ള ഇമെയിൽ കിട്ടുന്നു. ആ സ്വത്തിൻ്റെ ഷെയർ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആദ്യപടിയായി ചില വിവരങ്ങളൊക്കെ നൽകേണ്ടി വരും. അത് അവരുടെ ഓഫീസിൽ കിട്ടിയാലുടൻ ഇക്കാര്യങ്ങളുടെ നടത്തിപ്പിലേക്ക് ഒരു വലിയ തുക കൊടുക്കേണ്ടി വരുമെന്ന് ആയിരിക്കും മറുപടി കിട്ടുക. ദുർവ്യാഗ്രഹിയായ വ്യക്തി പണം അയച്ചു കഴിഞ്ഞാൽ കഥ പൂർത്തിയായി. പണം നഷ്ടമായത് മിച്ചം. ആ തട്ടിപ്പുകാരെ ഒരു വിധത്തിലും പിന്നീട് ബന്ധപ്പെടുവാൻ സാധിക്കുകയില്ല തന്നെ. വിദേശത്ത് ജോലി തട്ടിപ്പ്. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് ഭീമമായ തുകകൾ വാങ്ങി പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പണക്കെണിയിലും ജീവിത നിരാശത്തിലും എത്തിക്കുന്ന ധാരാളം തട്ടിപ്പുവീരന്മാരെ പറ്റി വാർത്തകളിലൂടെ അറിയുന്നുണ്ടെങ്കിലും ഇന്നും പലരും ഈ വീരന്മാരുടെ കെണിയിൽ ചെന്നുപെടാറുണ്ട്. വിദേശ നേഴ്സിംഗ് ജോലി തട്ടിപ്പ്. വിദേശത്ത് നേഴ്സിംഗ് ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളുടെ പണം തട്ടുന്ന ഏജന്റുമാരുണ്ട്. തട്ടിപ്പുകളുടെ കഥകളൊക്കെ പല വിധത്തിലും അറിയുന്നുണ്ടെങ്കിലും തട്ടിപ്പ് വീരന്മാരുടെ വലയിൽ വീഴുന്നവർ നിരവധിയാണ്. അതുപോലെയാണ് നേഴ്സിംഗ് ജോലി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി മറ്റു ജോലികൾ നൽകി വിഷമിപ്പിക്കുന്ന തട്ടിപ്പ് വീരന്മാരുമുണ്ട്. വ്യാജ ഡോക്ടർ ചമഞ്ഞ തട്ടിപ്പ്. മെഡിക്കൽ കോളേജുകളിൽ പോയി പഠിച്ച് ഡോക്ടർമാരായവർ ഒരു വശത്ത്, മറുവശത്ത് വെറും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരും ആശുപത്രികളിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവരുമായ ചില വ്യക്തികൾ വ്യാജ ഡോക്ടർമാരായി വൈദ്യരംഗത്ത് കടന്നുകൂടുന്നതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ഒരു ആശുപത്രിയിലെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റിൽ സഹായിയായി നിന്നയാൾ ഒരു ദിവസം മറ്റൊരു സ്ഥലത്ത് ഡോക്ടറായി ജോലി നേടുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്ഥലത്ത് ലാബറട്ടറിയിൽ ജോലി ചെയ്തിരുന്നയാൾ മറ്റൊരു ആശുപത്രിയിൽ ലേഡി ഡോക്ടറായി ജോലി ചെയ്ത സംഭവങ്ങളുമുണ്ട്. അവർ രണ്ടുപേരും പിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പള്ളിമേടകൾ, സന്യാസ ഭവനങ്ങൾ ഇവിടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പ്. മതസ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് പള്ളിമുറികൾ, സന്യാസ ഭവനങ്ങൾ എന്നിവ മാത്രം ലക്ഷ്യമിട്ട് തട്ടിപ്പ് നടത്തുന്നവരുടെ നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട്. അതിലൊരു സംഭവകഥ പറയാം. എൻ്റെ 3 വൈദിക സുഹൃത്തുക്കൾ എന്നെ കാണുവാൻ വന്ന് മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധാരണ ആഴ്ചയിലൊരിക്കൽ സഹായം വാങ്ങുവാൻ വരാറുള്ള ഒരാൾ മുറിയുടെ വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് സംസാരശേഷി ഇല്ലെന്നാണ് ഞങ്ങളെ ധരിപ്പിച്ചിരുന്നതും. എൻ്റെ സുഹൃത്ത് അയാളോട് എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചതും അയാൾ ഓടിമറിഞ്ഞതും ഓർക്കുന്നു. അയാൾ സുഹൃത്തിൻ്റെ ഇടവകാംഗവും ഒരുവിധം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ള ആളുമായിരുന്നു. പോക്കറ്റ് അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്. വളരെ ദൂരം നിന്ന് യാത്ര ചെയ്തു വരികയാണെന്നും വഴിമധ്യേ പോക്കറ്റ് അടിക്കപ്പെട്ടതിൽ വീട്ടിൽ പോകാൻ പണമില്ലെന്നും പറഞ്ഞു വരുന്നവരുണ്ട്. എന്നാൽ യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ പണം കിട്ടിയാൽ മതിയെന്ന് ഒഴിവൊഴിവ് പറഞ്ഞ് മാറുന്ന തട്ടിപ്പുകാരുമുണ്ട്. ബാങ്ക് രേഖകൾ തട്ടിയെടുത്തുള്ള തട്ടിപ്പ്. ബാങ്കിലെ ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി ഫോൺ വിളികളിലൂടെ ബന്ധം സ്ഥാപിക്കുകയാണ് ആദ്യപടി. അതിനുശേഷം വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച്
പണം തട്ടിയെടുക്കുന്നവരുടെ ലോകമാണിത്. അമളി പറ്റിയാൽ വിവരം പുറത്തു പറയാത്തത് കൊണ്ട് തട്ടിപ്പ് വീരന്മാർ വിലസുന്ന സംഭവങ്ങളും ഉണ്ട്. നോട്ട് കെട്ടുകൾക്ക് പകരം വെറും പേപ്പർ കെട്ടുകൾ നൽകിയുള്ള തട്ടിപ്പ്. വൻതുകയുടെ തിരിമറിവുകൾ സത്യസന്ധമല്ലാതെ നടത്തുന്നവർ ചെന്നുപെടുന്നത് ചില തട്ടിപ്പ് വീരന്മാരുടെ കെണിയിലാണ്. ബ്രീഫ് കേസിൽ നോട്ടുകെട്ടുകളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പെട്ടി കൈമാറി തട്ടിപ്പുകാർ സ്ഥലം വിടുന്ന സംഭവങ്ങളുണ്ട്. വിധവ പെൻഷൻ തട്ടിപ്പ്. വിധവകളായ സാധാരണക്കാരായ സ്ത്രീകളെ പെൻഷൻ കിട്ടാൻ സൗകര്യപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് സമീപിക്കുന്നു. ഈ കാര്യങ്ങളുടെ നടത്തിപ്പിലേക്ക് കുറച്ച് പണച്ചിലവും വരുമെന്ന് പറഞ്ഞ് പണം തട്ടി കടന്നു കളയുന്ന തട്ടിപ്പാണ് മറ്റൊന്ന്. രോഗിയാണെന്ന് ധരിപ്പിച്ചുള്ള തട്ടിപ്പ്. മഹാരോഗിയാണെന്നും ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ സഹായം തേടി വന്നതാണെന്നും വിശ്വസിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നവരെ ചിലപ്പോഴൊക്കെ കണ്ടുമുട്ടുവാൻ സാധിക്കും. മൃതദേഹം വീട്ടിലെത്തിക്കുവാൻ പണമില്ലെന്ന് പറഞ്ഞുള്ള തട്ടിപ്പ്. മെഡിക്കൽ കോളേജുകളോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് രീതിയാണിത്. കോട്ടയം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചുള്ള പള്ളിയിൽ ജോലി ചെയ്തിട്ടുള്ളതിനാൽ ഈ കഥകൾ എനിക്ക് വളരെ സുപരിചിതമാണ്. അങ്ങനെയൊരു മരണം പോലും ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുഗന്ധദ്രവ്യ വിൽപ്പന നടത്തുന്ന തട്ടിപ്പ്. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവരാണെന്ന വ്യാജേന വീടുകളിൽ കയറിയിറങ്ങി സ്ത്രീജനങ്ങളെ പറ്റിക്കുന്ന രീതിയാണിത്. സാമ്പിൾ മണപ്പിക്കാമെന്ന് പറഞ്ഞ് നൽകുന്നവ ബോധം കെടുത്തുന്ന മരുന്നുകളാകാം. ആൾ ബോധം കെട്ടാലുടൻ ആഭരണങ്ങൾ മോഷ്ടിച്ച് കടന്നു കളയുന്നവരുമുണ്ട്. ഏതാനും സ്ത്രീകൾ ഒന്നിച്ചു വന്നുള്ള മോഷണം. സ്ത്രീകൾ മാത്രമുള്ള ഒറ്റപ്പെട്ട വീടുകൾ കണ്ടുപിടിച്ച് ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വന്ന് ഒരാൾ കുടുംബിനിയുടെ ശ്രദ്ധ തിരിച്ച് വീട്ടിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന രീതിയാണിത്. അതുപോലെ മറ്റൊരു തട്ടിപ്പ്, സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ വരുന്നതും കൂടെയുള്ള കുട്ടി കരയുന്നതും ശ്രദ്ധയിൽപ്പെടുന്നു. കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുവാൻ സൗകര്യം വേണമെന്ന് പറഞ്ഞ് വീടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ മോഷണം നടക്കുന്നു. മറ്റുള്ളവർ വീട്ടുകാരിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. മറുവശത്ത് തട്ടിപ്പും നടക്കുന്നു. പോലീസ് ഓഫീസർ ചമഞ്ഞ് തട്ടിപ്പ്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് പോലീസ് നിധിയിലേക്ക് സംഭാവന ചോദിച്ച് തട്ടിപ്പ് നടത്തുന്ന കഥകൾ കേൾക്കാറുണ്ട്. പോലീസ് ചമഞ്ഞ് വാഹന പരിശോധനകൾ നടത്തി പണം പറ്റുന്നവർ പലയിടത്തുമുണ്ട്. അന്യസംസ്ഥാനക്കാരായ വാഹനക്കാരെ ചൂഷണം ചെയ്യുന്ന വ്യാജ പോലീസുകാരും ഉണ്ട്. ഓൺലൈൻ പണത്തട്ടിപ്പ്. ഓൺലൈൻ എന്ന പദപ്രയോഗം ഇന്ന് സർവ്വസാധാരണമായി കേൾക്കാറുള്ള ഒന്നാണ്. ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പ് സാധാരണക്കാരെ ബാധിക്കാത്ത ഒന്നാണെന്ന് നിസ്സംശയം പറയാം. അഭ്യസ്ത വിദ്യരും വലിയ പണക്കാരും ഒക്കെയാണ് ഈ തട്ടിപ്പിനിരയാകുന്നത്. അങ്ങനെയുള്ള സംഭവകഥകൾ ദിവസേന എന്നോളം നാം കേൾക്കാറുണ്ട്. ഓൺലൈൻ ബാങ്കിംഗ് മേഖലകളിലൂടെ ഈ തട്ടിപ്പ് സാധാരണമായി നടക്കുന്നുണ്ട്. മൊബൈൽ ഫോണിലൂടെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഫോണിലുണ്ടായിരുന്ന ബാലൻസ് മുഴുവൻ നഷ്ടപ്പെട്ടവരുമുണ്ട്. ഗൂഗിൾ ഫോട്ടോസിന് അവാർഡ് കിട്ടിയെന്ന സന്ദേശം കിട്ടിയ മെയിൽ തുറക്കാൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു വ്യക്തിയുടെ ലക്ഷങ്ങൾ പെട്ടെന്ന് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതായി മാതൃഭൂമി.com ഈയിടെ കാണുകയുണ്ടായി. അങ്ങനെ തട്ടിപ്പിൻ്റെ എത്ര കഥകൾ വേണമെങ്കിലും ഉണ്ട്. സൈബർ വിദഗ്ധർ പറയുന്നതനുസരിച്ച് വെറും 30% ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ സംബന്ധമായ പരാതികൾ നൽകാറുള്ളൂ എന്നാണ്. അതുതന്നെയാണ് തട്ടിപ്പ് വീരന്മാരുടെ വിജയ രഹസ്യവും. വിസ്തരഭയത്താൽ കൂടുതൽ തട്ടിപ്പുകളിലേക്ക് കടക്കുവാൻ കഥകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേൽ വിവരിച്ച വിധത്തിലുള്ളതൊക്കെ സമാനമോ ആയ തട്ടിപ്പ് കഥകൾ നിങ്ങൾക്കും പറയാനുണ്ടാവും. കേരളത്തിൽ ഇത്രത്തോളം തട്ടിപ്പുകൾ നടത്തുന്നവരുണ്ടെന്ന് പലർക്കും ഇന്നും അറിഞ്ഞുകൂടായിരിക്കും. പ്രബുദ്ധ കേരളത്തിൽ ഇതെല്ലാം വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ബൗദ്ധിക പുരോഗതിയൊക്കെ പ്രാപിച്ചതോടുകൂടി മനുഷ്യബന്ധങ്ങൾ കുറഞ്ഞു പോയത് കാരണമാണ്. ഒരിടത്ത് നടക്കുന്ന സംഭവങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിച്ചാൽ ഇതുപോലുള്ള കാപട്യങ്ങൾ കുറയ്ക്കാമെന്ന് തോന്നുന്നു. അതുപോലെ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും തട്ടിപ്പിൻ്റെ കഥകൾ നൽകുന്നത് നല്ലതെന്ന് തോന്നുന്നു. കേരളത്തിൽ പത്രം വായിക്കാത്ത, ടെലിവിഷൻ കാണാത്ത ആളുകൾ ധാരാളമുണ്ടെന്ന് ഓൺലൈൻ പഠന പദ്ധതി ആരംഭിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ബോധവൽക്കരണം സ്കൂളുകൾ വഴിയും ആരാധനാലയങ്ങൾ എന്നിവ വഴിയും നൽകിയാൽ ഒരു പരിധിവരെ തട്ടിപ്പുകൾ തടയാനാകുമെന്ന് കരുതുന്നു.
ഇതിനെല്ലാം ഉപരി കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ കൂടിയായാൽ ഒരു തട്ടിപ്പ് വിമുക്ത കേരളം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. താങ്ക് യു.